3D വേഴ്സസ് റിയാലിറ്റി. ഇന്ന് നിർമ്മാണ മേഖലയിൽ റെസിഡൻഷ്യൽ മേഖലയാണെങ്കിലും കൊമേഴ്ഷ്യൽ മേഖലയൊക്കെ ആണെങ്കിലും എല്ലാം നിർമ്മാണത്തിന് മുമ്പ് തന്നെ 3D വരയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം എങ്ങനെയാകും എന്ന് നേരത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3D വരയ്ക്കുന്നത്. അതോടൊപ്പം നിർമ്മാണ ഘട്ടത്തിന് കൃത്യമായി ബഡ്ജറ്റ് ചെയ്യുവാനും വേണ്ടിയിട്ടും കൂടിയാണ് 3D വരയ്ക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് 3D വരയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ചിത്രം കാണും, പക്ഷേ പണി പൂർത്തീകരിച്ച ശേഷം അതത്രയൊരു ഭംഗി ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? 3D വരയ്ക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ബഡ്ജറ്റിൽ നിന്ന് വർക്ക് തീരുമ്പോൾ അതൊരു ബഡ്ജറ്റ് കൂടുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയും, അതിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലത്തെ ബഡ്ജറ്റിങ്ങിനെ കടന്നു വരണം. നമ്മൾ വരയ്ക്കുന്ന ഓരോ മെറ്റീരിയലുകളുടെയും ഓരോ ഡിസൈനിൻ്റെയും കോസ്റ്റ് അറിയാവുന്ന ഒരു എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് ഇടപെടണം. സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കുന്ന, എക്സ്റ്റീരിയർ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ സൈഡിനെ മനസ്സിലാക്കുന്ന, സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സൈഡ് ഇടപെടണം. എക്സ്റ്റീരിയറാണെങ്കിലും ഇന്റീരിയറാണെങ്കിലും അതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിനെ മനസ്സിലാക്കുന്ന ഒരു ആർക്കിടെക്ചറൽ ടീം അവിടെ ഇടപെടണം. അപ്പോൾ എക്സ്പെർട്ടീസമുള്ള പല ആളുകളും കൂടി ചേർന്നാണ് ഒരു 3D എലിവേഷൻ്റെ ഫൈനൽ ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ കാണുന്നത് പോലെ 3D എങ്ങനെ വരച്ചോ അതേപോലെ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ, അതുപോലെ ആ ഒരു ബഡ്ജറ്റിൽ നിൽക്കാൻ കഴിയുള്ളൂ. ഇത് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരാൾ മാത്രമായി ഒരു 3D വരച്ച് അതിൻ്റെ ഒരു രീതിയിലും ബഡ്ജറ്റിൻ്റെ കേസിലോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെർട്ടീസും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി കേസിലോ ഒന്നും ക്രോസ് ചെക്കിങ് ചെയ്യാതെ ഒരാൾ മാത്രമായി വരയ്ക്കുന്ന 3D നേരെ നിർമ്മാണത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറ്. 3D വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് തിരിച്ചറിവുള്ളപ്പോൾ നിർബന്ധമായും ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടെങ്കിൽ മാത്രമേ നിർമ്മാണം ഘട്ടത്തിൽ 3D വരച്ചതുപോലെയോ അതിനേക്കാൾ നിലവാരത്തിലോ ആ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ.